ബിസി ആയിട്ടുള്ള ദിവസങ്ങളിലൂടെ ഇങ്ങനെ ഓടുമ്പോഴേ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം, അത് ബാക്കിയുള്ള ദിവസങ്ങളിലേക്കുള്ളൊരു റീസ്റ്റാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമാണ്. ഫ്രൈഡേ ആണ്, വീക്കെൻഡാണ്. യാതൊരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ്സോ സ്ട്രെസ്സോ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ദിവസം. ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് നാളേക്കാണ് എല്ലാം മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും വെറുതെ ചില്ല് ചെയ്ത് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടുള്ളൊരു ഫീലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദിവസം അത്യാവശ്യമാണെന്ന് തോന്നാറുണ്ട്. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് തേഴ്സ്ഡേ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ തന്നെയാണ് ഈ ഒരു വീഡിയോയും ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. പാറുക്കുട്ടിയും ഏട്ടനൊക്കെ പതുക്കെ എഴുന്നേറ്റ് അവരുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും സ്ലോ ആയിട്ട് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. പലരും എൻ്റെ മിക്ക വീഡിയോസും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ എഴുതി വെച്ച് എല്ലാത്തിനും ഓരോ ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ലൈഫിലൂടെ പോകുമ്പോൾ ബോറടിക്കില്ലേ എന്നുള്ളത്. പക്ഷേ വൺസ് നിങ്ങൾ അങ്ങനെ ഒരു ലൈഫ് ജീവിച്ച് തുടങ്ങുകയാണെങ്കിൽ അപ്പോഴേ ആ ഒരു ലൈഫിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഒരു കംഫർട്ട് ഒന്ന് വേറെ തന്നെയാണ്. ആ ഒരു കംഫർട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു സമാധാനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾക്ക് ഒന്ന് തിരിച്ചു പോകാനായിട്ട് തോന്നില്ല. എപ്പോഴും ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ചില സമയത്തൊക്കെ എനിക്ക് തോന്നി പോവാറുണ്ട് മടി കണ്ടുപിടിച്ചത് തന്നെ ഞാനാണ് എന്നുള്ളത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡേയ്സും ഞാൻ ആ ഒരു പ്ലാനിങ്ങിലൂടെയും ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നല്ല കുട്ടിയായിട്ട് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം റെഗുലറായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നടന്നപ്പോഴും ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ തന്നെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചേഞ്ച് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെന്തൊരു സന്തോഷമാണല്ലേ. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണത്. കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ, എൻ്റെ മുടിക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു, മുടി കൊഴിച്ചിലുണ്ടോ, എന്താണ് ഫീൽ ചെയ്തത് എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ 2012 13 എങ്ങാനാണ് ഞാൻ എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം തൊട്ട് റെഗുലറായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് സ്ട്രെയിറ്റനിങ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് സ്മൂത്തനിങ്ങിലേക്ക് മാറി, കെരാറ്റിനായി, ബോട്ടോക്സ് ആയി, പിന്നെ ഇപ്പോഴാണെങ്കിലും പുതിയ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ടോക്സ് ആണ് കേട്ടോ. ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 1.5 വർഷമായിട്ട് ഞാൻ എൻ്റെ ഹെയറിൽ യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. വെറുതെ മുടി അങ്ങ് കട്ട് ചെയ്ത് ഇട്ടേക്കാണ് കേട്ടോ. പക്ഷേ ഇപ്പം എൻ്റെ വളർന്നു വന്ന മുടിയൊക്കെ എൻ്റെ ഒറിജിനൽ ടെക്സ്ചറിലാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള തൊക്കെ ആ ഒരു ബോട്ടോക്സ് ചെയ്ത ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വീട്ടിലാണെങ്കിലും ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഒരു 1/2-3 മണിക്കൂറോളം എടുത്തിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ടൈം മാറ്റി വെക്കാറുണ്ട്. എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണെന്ന് തോന്നുന്നു ഏട്ടൻ എനിക്ക് ഡൈസൻ്റെ എയർ റാപ്പ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഡൈസൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹെയറിന് അത്ര വലിയ ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ളത് ഞാൻ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കിയത് ാണ് ഞാനിപ്പോൾ ഒരു റെഗുലർ ബേസിൽ ഡൈസന്റെ എയർ റാപ്പൊക്കെ എൻ്റെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇതുപോലെ സമാധാനമായിട്ട് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കണമെങ്കിലും എൻ്റെ വീട് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രി ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചൺ എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതാണ് കിച്ചൺ ഇങ്ങനെ വാരി വലിച്ച് കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷടപടേന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ ലോഡ് ചെയ്തിട്ട് ഒന്ന് സ്ലാബൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയൊരു മാരകമായിട്ടുള്ള മുടി കൊഴിച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. മുടി കൊഴിഞ്ഞാൽ പോലും എനിക്ക് പുതിയ ഹെയർ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ മുടി കൊഴിഞ്ഞാലും എൻ്റെ ആ ഒരു ഹെയറിൻ്റെ ആ ഒരു തിക്നെസ്സിനൊന്നും വലിയ മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നാളും ചെയ്തത് വെച്ചിട്ട് എൻ്റെ മുടിക്ക് അത്ര വലിയ ഡാമേജ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിതാ കഴിഞ്ഞ 2 മാസമായിട്ട് റെഗുലറായിട്ട് മീൽ പ്ലാനിങ്ങും ചെയ്യാറുണ്ട്, മീൽ പ്രെപ്പും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കൂലങ്കഷമായിട്ട് അവിടെ നോക്കി നിന്നത് വേറൊന്നല്ല, ഇന്ന് ഏതാണ് ഫുഡ് എന്നുള്ളത് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ മീൽ പ്രെപ്പ് ചെയ്ത് ഞാൻ ഫ്രീസറിലേക്കും ഫ്രിഡ്ജിലേക്കൊക്കെ ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ തന്നെ ഞാനത് നോട്ട് ചെയ്യും, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ഫുഡാണ് എന്നൊക്കെ ഉള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഫ്രീസറിലേക്കും ഫ്രിഡ്ജിലേക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഫുഡൊക്കെ മാറ്റി വെക്കാറായിട്ടുള്ളത്. വീക്കെൻഡിലൊക്കെ ഇങ്ങനെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്ന ദിവസമൊക്കെ ഞാൻ പിന്നെ ഒന്നാമത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും കൂടി ആയതുകൊണ്ട് ആ ഒരു 16 hours ഫാസ്റ്റിംഗ് വിൻഡോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ലഞ്ചാണ് കഴിക്കാറായിട്ടുള്ളത്. പിന്നെ ഇന്ന് രാവിലെ പാർ
പാറുവിനായിട്ട് സെപ്പറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. ഞാനും ഏട്ടനൊക്കെ ആണെങ്കിലും ഡയറക്റ്റ് ലഞ്ചാണ് കഴിക്കുക. ഇന്ന് നമുക്ക് കഞ്ഞിയും പയറുമാണ്. ഈസി ആയിട്ട്, അതിൽ കൂടുതൽ ഈസി ആയിട്ട് എന്താണ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് എനിക്കറിയില്ല ലഞ്ചിനൊക്കെ കേട്ടോ. അപ്പോൾ കഞ്ഞിയും പയറും ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പയറിലാണെങ്കിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ഇന്ന് പ്രോട്ടീൻ്റെ ഒരു കളി തന്നെയാണ് കേട്ടോ. ബീഫ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, പിന്നെ പയറുപ്പേരിയും കൂടിയാണ്. ഇത്രയാണ് ഇന്നത്തെ ലഞ്ചിന്. അപ്പോൾ ലഞ്ചൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ പ്രഷർ കുക്കറിൽ കഞ്ഞി ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടേ ലഞ്ചിൻ്റെ ടൈം ആവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ കുറച്ച് നേരം ഒന്ന് TV ഒക്കെ ആസ്വദിച്ചിരുന്ന് കാമായിട്ടിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ് കേട്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്ന് പാറുവിൻ്റെ കൂടെയും ഏട്ടൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സീരീസോ ആനിമേഷനോ ഫിലിമോ എന്തെങ്കിലുമൊക്കെ കാണാമെന്നുള്ളത്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് കുറച്ചധികം സമയം ഫാമിലി ടൈമൊക്കെ കിട്ടുക. ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മളെ നാട്ടിലൊക്കെ നിന്ന് വളർന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് എന്ത് രസമായിരുന്നു അല്ലേ. എന്തൊക്കെ കളികളായിരുന്നു. പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ ആ ഒരു പ്രകൃതി ഭംഗിയാണെങ്കിലും കളിക്കാൻ കൂട്ടുകാരാണെങ്കിലും അയൽപ്പക്കാണെങ്കിലും എന്തോരം കളികളായിരുന്നു. ഒളിച്ച് കളിക്കുക, പിന്നെ പൂന്തിട്ട് കളിക്കുക എന്നൊക്കെയുള്ളൊരു കളി അറിയോ? കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ആയിരിക്കും പറയാം. അതായത് മണ്ണെടുത്തിട്ട് നമ്മൾ ഇലേൻ്റെ അടിയിലോ ആരെങ്കിലും എതിർ ടീം ഉണ്ടല്ലോ അവർ കാണാത്ത രീതിയിൽ നമ്മളിങ്ങനെ ചെറിയൊരു കൂമ്പാരാക്കിയിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് അത് കാണാതെ ഇങ്ങനെ അവർ എതിർ ടീം വന്നിട്ട് കാണാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് അത് ചെയ്യുക. അപ്പോൾ എത്രത്തോളമാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതൊക്കെ അവർ നശിപ്പിച്ച് കളയും. എത്രത്തോളമാണ് കണ്ടുപിടിക്കാതിരിക്കുന്നത് അത് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കും. ഏത് ടീമാണോ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കാതെ ആ ഒരു ഗെയിമിൽ ജയിക്കുന്നത് അവരായിരിക്കും വിന്നർ ആവുക. അങ്ങനെ എന്തോരം കളികളായിരുന്നു അല്ലേ. പിന്നെ മഴയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു വയലിലൂടെയും തോടിൻ്റെ സൈഡിലൂടെയൊക്കെയും സൈക്കിൾ എടുത്ത് പോവുക, അല്ലെങ്കിൽ കുട പിടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ തെറിപ്പിച്ച് പോവാന്നൊക്കെ ഉള്ളത് അല്ലേ. എന്തൊരു രസമായിരുന്നു. എൻ്റെ മോക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ പിന്നെ നിർബന്ധിച്ച് അവിടെ നിൽക്കുന്നതെന്നുള്ളത്. പക്ഷെ നമുക്ക് ലൈഫും അതിൻ്റെ കൂടെ തന്നെ മുന്നോട്ടേക്ക് പോയല്ലേ മതിയാവുള്ളൂ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ നാട്ടിലേക്ക് പാറുവിനെയും കൊണ്ട് ഓടി വരുന്നത് കേട്ടോ. അവർക്ക് ആ ഒരു കാര്യങ്ങളും ആ ഒരു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ കുറച്ചെങ്കിലും അവളും കൂടി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മാസം ജൂണിൽ ലാസ്റ്റ് നാട്ടിലേക്ക് വീണ്ടും പോവാണ് പാറുവിന് മഴക്കാലം ഒന്ന് ആസ്വദിക്കാനായിട്ട്. എയർ ഫ്രയറിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഫിലിം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറിയിരുന്നില്ലേ, ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഡിഷ് വാഷറിൽ ലോഡ് ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിലുള്ള വെള്ളമൊന്നും ശരിക്കും അങ്ങ് പോവാതിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോഴേക്ക് സമയമായിട്ടുണ്ട്. പാറുവിനാണെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് TV വെച്ച് കൊടുക്കാറൊന്നുമില്ല. കൂടുതലും നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കാറുള്ളത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മളും കൂടി ഒന്ന് കൂടാണെങ്കിൽ ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈവനിങ് ആണെങ്കിലും കളിക്കാനൊക്കെ ആയിട്ട് കുറേ അധികം ഫ്രണ്ട്സും കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ആൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതും എന്തൊക്കെ കളികളാണ് എന്നുള്ളതും അതൊക്കെ ആൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ പോലും നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ടൈം അവൾക്കായിട്ട് മാറ്റി വെക്കാറുണ്ട്. പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ടും പിന്നെ അവരൊക്കെ ആയിട്ട് കൂട്ടുകൂടാനൊക്കെ ആയിട്ട്. അവൾക്കും അവളുടെ ബാല്യം എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആലോചിക്കാൻ ഇതുപോലുള്ള കുറേ അധികം നല്ല മൊമെൻറ്റ്സ് വേണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നമുക്ക് കഞ്ഞിയും പയറും ഉണ്ട്, ബീഫുണ്ട്, പയറുപ്പേരി ഉണ്ട്, കേടുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടേലേ. എനിക്ക് കഞ്ഞിയും പയറും എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കേടും കൂടി ഉണ്ടെങ്കിൽ ഞാൻ മോർ ദാൻ ഹാപ്പിയാണ്. എപ്പോഴൊക്കെ കഞ്ഞിയും പയറും കഴിക്കുന്നുണ്ടോ എനിക്ക് 2 പേരെ ഞാൻ അറിയാതെ ഓർത്ത് പോകും കേട്ടോ. ഒന്ന് ശാന്തേച്ചി, ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ചേച്ചിയായിരുന്നു ശാന്തേച്ചി കേട്ടോ. പിന്നെ എൻ്റെ സ്കൂളിലെ പ്യൂണായി ഉണ്ടായിരുന്ന സത്യേട്ടൻ. ഇവരെ 2 പേരും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആ ഒരു സമയത്തുള്ള ആ ഒരു കഞ്ഞിയും പയറിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, എന്തോ ഒരു ടേസ്റ്റായിരുന്നു അതിന്. വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും ഞാൻ സ്കൂളിലേക്കൊക്കെ ആ ഒരു കഞ്ഞിയും പയറും കഴിക്കാൻ വേണ്ടിയിട്ട് പോയ ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വയ്യാഞ്ഞിട്ട് പോലും അങ്ങനെ പോയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചീരോപ്പേരിയോ പിന്നെ ഫ്രണ്ട്സൊക്കെ ഓരോരോ കറികൾ കൊണ്ടുവരുമല്ലോ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ലാസ്റ്റ് കഴിക്കാനാകുമ്പോഴേക്കും ആ ഒരു കഞ്ഞിയും പയറിലും കറികളായിട്ട് നിറയും കേട്ടോ. എല്ലാ കുട്ടികളും കൊണ്ടുവരുന്ന കറികളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കുമ്പോഴേ ഇന്ന് എന്താണെന്ന് അറിഞ്ഞോട്ടെ, ഈ ഒരു
വീഡിയോ ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലുള്ള പഴയ കാര്യങ്ങളൊക്കെയാണോ കൂടുതലായിട്ട് ഓർമ്മ വരുന്നുണ്ടായിരുന്നത്. ഈവനിങ് പിന്നെ ഒന്ന് ബീച്ചിൽ പോയിട്ട് സ്വിം ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ പോകാനായിട്ട് തോന്നിയില്ല. എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാനാണ് തോന്നിയത്. പാറുവും ഏട്ടനും പിന്നെ നമ്മുടെ 2 ഫ്രണ്ട്സും കൂടിയിട്ട് അവരങ്ങനെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് പോയി. സമയം 7 മണി കഴിഞ്ഞു കേട്ടോ. 7:30 ആവാറായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മുഖവും കാലൊക്കെ കഴുകി പ്രെയറൊക്കെ കഴിഞ്ഞ് പിന്നെ പാറുവും ഏട്ടനും ഒരു 5:45 ആകുമ്പോഴാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അയ്യോ, ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ നേരത്തെ എല്ലാം ക്ലീൻ ചെയ്ത് പോയതല്ലേ ഉള്ളൂ. ഇപ്പം ഇതാ വരുമ്പോഴേക്കിതാ ഇതാണ് അവസ്ഥ. എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, ഓരോ പാത്രങ്ങളാകുമ്പോഴേക്കും എന്നെ ഡിഷ് വാഷറിലേക്ക് ലോഡ് ചെയ്യണം എന്ന്. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ, ഞാൻ നേരത്തെ വാഷ് ചെയ്യാനിട്ട പാത്രങ്ങളൊക്കെ അതിൽ തന്നെ കിടക്കാണ്. അപ്പം അതിലേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ പിന്നെ അതിനെ എടുത്ത് പുറത്തേക്ക് വെക്കണമല്ലോ. ആ ഒരു മടി കാരണം കൂട്ടി വെച്ച് മടിയാണ് കേട്ടോ മെയിൻ. കൂട്ടി വെച്ച് ഇനിയിപ്പോൾ ലാസ്റ്റ് അതാ എല്ലാം കൂടി എടുത്ത് വെക്കേണ്ട ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 5:45 ആകുമ്പോഴേക്ക് ഏട്ടനും പാറുവും സ്വിമ്മിങ്ങിന് പോയി. പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല ആ ചൂടത്ത് അവിടെ പുറത്തിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ആ സമയം കൊണ്ട് എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് തേഴ്സ്ഡേ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു അപ്പം തന്നെ എഡിറ്റ് ചെയ്യുന്നു, ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ 1 മാസം 2 മാസം മുമ്പൊക്കെ എടുത്ത വീഡിയോസൊക്കെ ഇപ്പം നമ്മൾ വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങി ചെയ്യുകയാണെങ്കിൽ ഇല്ലേ, നമുക്ക് ആ സമയത്ത് എന്തായിരുന്നു നമ്മൾ പറയാനായിട്ട് വിചാരിച്ചത്, ആ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എന്താണത് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല കേട്ടോ. ബ്ലൈൻഡായിട്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ ചെയ്യുന്നു, ഇന്നലെ ചെയ്ത വീഡിയോ ഇന്നലെ വോയിസ് ഓവർ കൊടുക്കാന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് പറയാൻ എന്താണെന്നൊക്കെയുള്ള ആ ഒരു ക്ലാരിറ്റി മനസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് വിശക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് റാഗിയുടെ സ്മൂത്തി ഉണ്ടാക്കിയിട്ട് കുടിക്കാം. കുറച്ച് നാൾ മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഡയറ്റ് ഫുഡ് ഉണ്ടാക്കലും അതൊക്കെ ഭയങ്കര ഒരു ചടങ്ങാണ്, ഭയങ്കര പണിയുള്ളൊരു കാര്യമാണെന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡയറ്റ് ഫുഡാണ് ഏറ്റവും എളുപ്പം എന്നുള്ളത്. ഞാൻ എൻ്റെ റെഗുലറായിട്ട് ഞാൻ കഴിക്കുന്ന ഫുഡ് ഞാൻ പറയാം കേട്ടോ. കൂടുതൽ പരീക്ഷണങ്ങളൊന്നും ഞാൻ നടത്താറൊന്നുമില്ല. ഒന്ന് എഗ്ഗ് പുഴുങ്ങിയത് ഇൻക്ലൂഡ് ചെയ്യും. പുഴുങ്ങിയതല്ലെങ്കിൽ പിന്നെ ബ്രൊക്കോളി ഉണ്ടല്ലോ, ബ്രൊക്കോളി ഓൾറെഡി ഞാൻ അതൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എഗ് ബുർജി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ബ്രൊക്കോളിയും കുറച്ച് ചീസും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ബുർജി ഉണ്ടാക്കും. പിന്നെ മൂന്നാമത്തേത് ബട്ടർ ഫ്രൂട്ട് ഉണ്ടല്ലോ, ബട്ടർ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വിനേഗറും ലെമണും കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരു സാലഡ് പോലെ ഉണ്ടാക്കും. ഇനി അതും അല്ലെങ്കിൽ ഇതുപോലുള്ള റാഗി സ്മൂത്തി ഉണ്ടല്ലോ, കുറച്ച് പാലൊഴിച്ച് റാഗി പിന്നെ ബനാന, റോബസ്റ്റ ബനാന, ഒരു 2 ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സ്മൂത്തി ഉണ്ടാക്കും. പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഓൾറെഡി മീൽ പ്രെപ്പ് ചെയ്ത് വെച്ച കറികൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, അതൊന്ന് അവനിൽ വെച്ചിട്ട് ഒന്ന് റീഹീറ്റ് ചെയ്തിട്ട് കഴിക്കണം. അതിൻ്റെ കൂടെ പ്രോട്ടീനിന് ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് എയർ ഫ്രൈ ചെയ്യണം. അല്ലെങ്കിൽ സോയാബീൻ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒണിയനും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചെറിയൊരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ റെഗുലർ ബേസിൽ കഴിക്കാറുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ പേരക്ക കഴിക്കും, ഓറഞ്ച് കഴിക്കും, ആപ്പിൾ കഴിക്കും. പിന്നെ എന്താണ് നട്ട്സൊക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടല്ലോ അതുണ്ടാക്കി വെക്കും. അങ്ങനെ നട്ട്സൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിക്കോളൂ കേട്ടോ. ഈസിയാണ് ഇതൊക്കെ. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്യാനായിട്ട് നിൽക്കാറില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റെഡിയാണ്. നമ്മുടെ ആവശ്യമായിട്ടുള്ള ഒരു ദിവസം നമ്മൾ മീറ്റ് ചെയ്യേണ്ട പ്രോട്ടീൻ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ടും കഴിയും. പിന്നെ ഇടയ്ക്ക് മോരും വെള്ളമൊക്കെ ഉണ്ടല്ലോ, മോരും വെള്ളം നല്ല സംഭാരം പോലെ ആക്കിയിട്ട് അങ്ങനെയും കുടിക്കും കേട്ടോ. അതൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഫില്ലായിരിക്കും. നമുക്ക് വിശക്കുമ്പോഴാണ് ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തോന്നുന്നത്. ഈ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് പട്ടിണി കിടക്കുമ്പോഴാണ് നമുക്ക് മടുപ്പൊക്കെ തോന്നുക. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വലിയൊരു വിശപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആക്രാന്തവും കുറയും. ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ പട്ടിണി കിടക്കും കേട്ടോ, ആ രാവിലെ രാത്രി അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അത് അൺഹെൽത്തി ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മടിയോ എന്തൊക്കെയൊക്കെയോ കാരണം ആ ഒരു സമയത്ത് ഇടയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇനി അടുത്ത മീലിൻ്റെ ടൈം ആകുമ്പോഴേക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എന്തൊക്കെയൊക്കെയോ കഴിക്കാനും വാരി വലിച്ച് കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിലില്ലേ നമുക്ക് എപ്പോഴും വയറ്
വയറ് ഫില്ലായിട്ടിരിക്കും. പിന്നെന്താ, അനാവശ്യമായിട്ടുള്ള ക്രേവിങ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ചിലപ്പോഴൊക്കെ നമുക്ക് ദാഹമായിരിക്കും ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക, പക്ഷെ നമ്മളത് വിശപ്പായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം മര്യാദക്കുള്ള ഒരു ഫുഡൊക്കെ പ്ലാൻ ചെയ്യുക, പിന്നെ മര്യാദക്ക് വെള്ളമൊക്കെ കുടിച്ചാൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഉണ്ടാക്കിയ സ്മൂത്തി എനിക്കും പാറുക്കുട്ടിക്കും ഏട്ടനും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. പാറുവിനും പിന്നെ ഇത്യാദി സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നിർബന്ധിച്ചിട്ട് ഒരു 5-6 സ്പൂണൊക്കെ കുടിപ്പിച്ചാലായി, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ തെറ്റും എനിക്ക് തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ ആദ്യമായിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ കഴിക്കാൻ മടിയുള്ള ഫുഡൊക്കെ ആണെങ്കിൽ പിന്നെ ഞാനത് കൊടുക്കില്ല, നിർബന്ധിക്കത്തുമില്ല. വലുതാവുമ്പം എല്ലാ ഫുഡും കഴിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതാണ് ഞാൻ ഏറ്റവും ചെയ്തൊരു തെറ്റ് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് വലുതായ സമയത്താണെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട, അവൾക്ക് കംഫർട്ടായിട്ടുള്ള കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ട്, അത് മാത്രമേ അവൾ കഴിക്കുള്ളൂ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനാണത് ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന ദിവസമില്ലേ, എനിക്ക് വൈകുന്നേരം സന്ധ്യയൊക്കെ ആവുന്ന സമയത്തില്ലേ വല്ലാത്തൊരു ഫീല് വരാൻ തുടങ്ങും. അയ്യോ, ഇന്നത്തെ ദിവസം ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഇന്നത്തെ എൻ്റെ ഒരു ദിവസം വെറുതെ പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആറ്റുനോറ്റാണ് ഇങ്ങനെ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിക്കുക. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കോ അങ്ങനെ ഒരു ഫീൽ എനിക്ക് വരുന്നേ. ആ ഒരു സമയമാകുമ്പോഴേക്കും പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ത്വര വരും കേട്ടോ. പക്ഷെ ഞാൻ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിക്കും. കാരണം ഇനിയുള്ള ആ ഒരു വീക്ക് ഡേയ്സിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം വെറുതെ ഇരിക്കുക എന്നുള്ളത് ഞാൻ എന്നോട് തന്നെ പറയും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗിൽറ്റി ഫീലായിരിക്കും. അതെന്താണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മാറ്റിയെടുക്കാനും പറ്റുന്നില്ല. എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാവാറുമില്ല. ഇപ്പം എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്രഷനിലെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ഫിലിം കാണാന്നുള്ള രീതിയിൽ സ്ക്രോൾ ചെയ്തപ്പോൾ വേലുക്കാക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇന്ദ്രൻസിൻ്റെ ഒരു ഫിലിമിൻ്റെ തംബ്നെയിൽ കണ്ടു കേട്ടോ. കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന പോലെ തോന്നി കേട്ടോ. പക്ഷേ ഇന്ദ്രൻസിൻ്റെ ആ ഒരു അഭിനയം ഉണ്ടല്ലോ, അതാണ് എന്നെ അത് കാണാനായിട്ട് പിടിച്ചിരുത്തിയത്. പിന്നെ കണ്ട് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്നെ വല്ലാതെ ടച്ച് ചെയ്തു കേട്ടോ. ഞാൻ എന്നിട്ട് ഇങ്ങനെ പട്ടി മോങ്ങുന്ന പോലെ ഇരുന്ന് അങ്ങ് മോങ്ങായിരുന്നു. എന്താണ് ഏതാണെന്ന് പാറുവിന് മനസ്സിലാവുന്നില്ല, എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നതെന്നുള്ളത്. കുറേ നേരം അവളിങ്ങനെ ചോദിച്ചിട്ട് എന്താ അമ്മ, ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞ്. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരു ഫിലിം കേട്ടോ. ഒരു അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത്, അച്ഛൻ്റെയും അമ്മയുടെ ആ ഒരു സ്നേഹമൊക്കെ എങ്ങനെയാണ് മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കിപ്പോൾ വഴിയിലൂടെ പോവുകയാണെങ്കിൽ പോലും ഒരാളുടെ മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും കേട്ടോ. ചില സമയത്തൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിലില്ലേ, എൻ്റെ ഏറ്റവും വലിയ ഹാബിറ്റ് എന്നുള്ളത്, മോശം ഒരു സ്വഭാവം എന്നുള്ളത് ഏട്ടൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് എനിക്ക് മറുത്ത് ആരെടുത്തും ഇത് കൊള്ളില്ലാന്നോ അല്ലെങ്കിൽ നോ എന്നുള്ളൊരു കാര്യമോ ഒന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ഞാൻ ഏട്ടനാണെങ്കിലും ഈ ഫുഡ് കൊള്ളില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയും, എന്തിനാ അങ്ങനെ പറഞ്ഞ്, അവർക്ക് എത്ര ഫീലായിട്ടുണ്ടാവും. അപ്പോൾ ഏട്ടൻ പറയും, എടാ നമ്മളത് പറയണം, അത് പറഞ്ഞാലേ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ പക്ഷെ എന്നാലും എനിക്ക് അവരെ മുഖം കാണുമ്പോൾ എനിക്കത് പറയാനായിട്ട് തോന്നില്ല. ഇപ്പോൾ വഴിയിലൂടെ പോവുകയാണെങ്കിലും ഒരാൾ അവിടെ എന്തെങ്കിലുമൊക്കെ മുഖം മാറിയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും എനിക്കത് കണ്ട് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അതാണ്. കാരണം ആൾക്കാർക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് എന്നുള്ളത്. ചിലപ്പോൾ എല്ലാ ആൾക്കാരും കാണിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കില്ല, അവരുടെ യഥാർത്ഥ സ്വഭാവം അതായിരിക്കില്ല. നമ്മളൊന്നും അറിയാതെ അതിലങ്ങ് പെട്ടുപോകുന്നുള്ളത്. ശരിയാണ്, ആലോചിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ കുറേ നേരം കിടന്നങ്ങനെ കരഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ കരയാണെങ്കിലില്ലേ എനിക്ക് തലവേദന വരും. പിന്നെ ഒന്നും പറയണ്ടല്ലോ, നല്ല തലവേദനയായിരുന്നു, തല പൊങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും രാത്രി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ജേർണലിങ് ചെയ്യുക. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കുക, പിന്നെ നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റൊക്കെ എഴുതുക. നാളെ ആലോചിക്കുമ്പോഴേക്ക് തന്നെ എനിക്ക് എൻ്റെ തല കറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 ഷൂട്ടാണ് നാളെ ഉള്ളത്. എങ്ങനെ ചെയ്ത് തീർക്കും, എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ തല ചുറ്റുന്ന പോലെ തോന്നുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ശരിക്കും ഏത് സമയത്ത് തുടങ്ങണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഒന്ന് കൃത്യമായിട്ട് പ്രിപ്പയർ ആയിട്ടില്ലെങ്കിൽ പണി മൊത്തത്തിൽ അങ്ങ് പാളും. അപ്പോൾ ഇരുന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ടൈമർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് എഴുതി വെച്ച് എന്നിട്ട് നേരെ പോയിട്ട് കിടക്കാൻ കേട്ടോ. ആ സമയം ആകുമ്പോഴേക്കും തല പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പോയി ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.